ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ വെച്ചാൽ സൂപ്പറായിട്ടുള്ള ചായൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. അടിപൊളി ടേസ്റ്റുള്ളൊരു ചായ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത്രയും ടേസ്റ്റുള്ളൊരു ചായയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. ഗ്യാസ് താക്കണ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കേണ്ടതുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാക്കുന്നത് നമ്മുടെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മുടെ സ്റ്റവ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ സ്റ്റവ് കൂട്ടി വെക്കാൻ പാടില്ല. ഈ പഞ്ചസാര നമുക്ക് പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കരിഞ്ഞു പോയാൽ നമ്മുടെ ചായൻ്റെ ടേസ്റ്റൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാക്കുന്നത് ഇത്രയും കളർ മതി, കൂടുതലാകുമ്പോൾ ചായൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തൊന്ന് ഇളക്കി നോക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ഇങ്ങനെ അടിയിൽ പിടിച്ച് നിൽക്കും പോലെ തോന്നും. അതിന് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഒരു 2 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ ആ പഞ്ചസാരയെല്ലാം ഒന്ന് അതിൽ നിന്ന് മെൽറ്റായിട്ട് വരുന്നതാണ്. അപ്പം ഇത് ഏകദേശം മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഈ മെൽറ്റായി വരുന്നതിന് ശേഷം ഞാൻ 2 ഏലക്കായ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പാലാട്ടോ. അപ്പോൾ ആ 1 ഗ്ലാസ് പാലും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ സൂപ്പറായിട്ടുള്ള ചായയാണ്. നിങ്ങളൊരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അത്രയും ടേസ്റ്റായിട്ട് കഴിക്കാൻ. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ ചായപ്പൊടി നമുക്ക് ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുത്. ഇതൊന്ന് തിളച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് ആ ഒരു ഇതിലാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഓവറായിട്ട് തിളപ്പിക്കരുത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായയുടെ മധുരം പാകമായി കിട്ടും, ഓവറാവില്ല. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ചായയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗവൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചായയുടെ റെസിപ്പി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോസുമായി വരുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും.